നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയനായ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നവീൻ ജി നാഗമണി, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സലീം ദിലീപ്, പബ്ലിക് റിലേഷൻ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശരൺ ദേവ്, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ സലീം ദിലീപ്, പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് സാമിത്തോട്ടം, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നന്മയുടെ രാഷ്ട്രീയം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായി പൂർണ്ണ നിയോജകമണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും കടന്നു ചെന്ന് നന്മയുടെ രാഷ്ട്രീയം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന നവരാഷ്ട്ര സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, എന്റേതാണ് ഇന്ത്യ എന്ന് അഭിമാനത്തോടെ പറയുവാന് ഓരോ ഇന്ത്യക്കാരെയും ധൈര്യപ്പെടുത്തുന്ന, അതിനനുസൃതമായി ഭരണം നടത്തുവാന് ഭരണകൂടങ്ങളെ ബാധിച്ചതാക്കുന്ന ഒരു ഭരണഘടന നിലവിൽ വന്നിട്ട് ഈ കഴിഞ്ഞ ജനുവരി 26-ാം തീയതി 74 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളായ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവുമല്ല വഴികളും ചർച്ച ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജനാധിപത്യവും മതേതരവും സോഷ്യലിസവും വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് ജനാധിപത്യത്തെ കുറിച്ച് ആലോചിക്കുന്നോളാം. എന്താണ് ജനാധിപത്യത്തിന്റെ ഇന്ത്യയിലെ അവസ്ഥ? ഒരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യത്തെ പറ്റി നാം മറന്നു പോകുന്നത് അവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇത് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? വളരെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, മുഖപ്രസംഗം ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് മരണമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ന്യൂസ് ലീഗ് എന്ന മാധ്യമം നടത്തിക്കൂട്ടി അതിന്റെ ചീഫ് എഡിറ്റർ പ്രവീൺ പ്രതിഷ്ഠയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അന്വേഷണോദ്യോഗസ്ഥന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കർഷക സമരങ്ങളെ പിന്തുണയ്ക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അഴിമതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് പീഡിത ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്നത്? സ്നേഹമുള്ളവരെ, ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനുള്ള ഉത്തരബോധത്തോടെ ഒരു ജനകീയ സർക്കാരുകൾ പഞ്ചാബിലും ഡൽഹിയിലും വന്ന് നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഡൽഹിയില് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് ഡൽഹിയിലാണ്. എന്തായിരുന്നു അവർ മുൻപിലുള്ള കൂട്ടം? സ്നേഹമുള്ളവരെ, മനീഷ് സിസോദിയ ഈ രാജ്യത്താദ്യമായി ജനസംഖ്യ ആകർഷിച്ച ഹാപ്പിനെസ് കരിക്കുലം, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഡൽഹിയിലെ പാവപ്പെട്ട ജനീയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് CBSE സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു മനീഷ് സിസോദിയ. അഴിമതിയും അക്രമവും തടയാനുള്ള ഈ രാജ്യത്ത് അഴിമതിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ നേതാക്കളെ ജയിലിലിറങ്ങുന്നത് ഇതിയുടെ ഒരു അനന്തയാണ്. അതിന് പ്രകാരം മനീഷ് സിസോദിയയും സന്ദേശിക്കുമല്ല എന്ന് ജയിലിലാണ്. അതുകൊണ്ടാണല്ലോ അഴിമതിക്കെതിരെ എതിർക്കുന്നവരെ ജയിലിൽ കയ്യാമത്തെ എടുത്തിരിക്കുന്നത്. നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയെ അടുത്തകാലത്ത് പാർലമെന്റിൽ പരസ്യമായി പറഞ്ഞില്ലേ? എന്താണ് പറഞ്ഞത്? മിണ്ടാതിരുന്നാണ് നിങ്ങൾ, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരുമെന്നാണ് മീനാക്ഷി ലേഖി നമ്മളോട് പറഞ്ഞത്, പാർലമെന്റിനോട് പറഞ്ഞത്. പാർലമെന്റിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരുന്നോണം. ഒരു സ്ഥാപനമില്ല നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്,
സ്നേഹമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള കടമ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എത്ര വരുന്നുണ്ട്? ആം ആദ്മിയല്ലേ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദഭേദത്തിന്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം എന്ന നിലയിൽ ഈ രാജ്യത്ത് BJP-യോടും മറ്റ് സംഘടനകളോടുമെല്ലാം പോരാട്ടമുള്ള കണ്ടേറ് നമ്മുടെ പാർട്ടിക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കാനുള്ളത്. സ്നേഹമായ ഞങ്ങൾക്ക് മതേതരത്തിന്റെ കാര്യം എടുക്കാൻ നമുക്ക് ഒരു മതേതര ഇന്ത്യയില് ഇന്നെന്തുകൊണ്ടാണ് മതസംഘർഷങ്ങളും കൊലപാതകങ്ങളും മരങ്ങേറുന്നത്? ഒരു മതേതര രാജ്യത്ത് എന്തുകൊണ്ടാണ് ചിലരുടെ പക്ഷം ചേരുന്നത്? ഒരു മതേതര രാജ്യത്ത് എന്തുകൊണ്ടാണ് ഒരു കലാപം തുടങ്ങിയാൽ അത് അടിച്ചുറക്കുവാൻ സാധിക്കാതെ ലോകത്തിലെ മൂന്നാമത്തെ സൈന്യശക്തിയാണ് നമ്മളെ അവകാശപ്പെടുന്ന ഇന്ത്യ ഒരു മണിക്കൂറിൽ കലാപം ഉണ്ടായപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എതിർക്കാതെ നിരപൂർത്തിയായി നിൽക്കുന്നത്? അവർ തകർക്കപ്പെട്ട ആരാധനയെന്നോ കൊല്ലപ്പെട്ട ആളുകളെ പറ്റിയല്ല ഇന്നത്തെ പഴയ ഇന്ത്യ ഭയപ്പെടുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭയാനകമായ ആ മുഖമുണ്ടല്ലോ, ആ മൗനമുണ്ടല്ലോ, അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. വീണ്ടും നമുക്ക് സോഷ്യലിസ്റ്റിലേക്ക് പോകാം. ഇന്ത്യയിൽ ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പണക്കാരെ സൃഷ്ടിക്കുന്നു. 2000 കോടി രൂപ മാത്രം നിലനിൽക്കുന്നുണ്ടായിരുന്ന അഡാനി ഇന്ന് 11 ലക്ഷം കോടി രൂപയായി. ഇന്ത്യയിലെ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ധനവാനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാം തിരഞ്ഞെടുക്കുകയല്ലേ നമ്മുടെ സർക്കാർ. ഇന്ത്യയില് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 9 വർഷം കൊണ്ട് 1 ലക്ഷത്തോളം അക്ഷരമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ശരാശരി ഒരു ദിവസം 30 ലക്ഷം പേരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർഷക ആത്മഹത്യ വളരെയധികം കൂടുകയാണ്. നമ്മൾ ഈ അടുത്ത കടലിലെ പ്രസാദെന്ന ആലപ്പുഴക്കാരായ നെൽകർഷകൻ ആത്മഹത്യ ചെയ്തു. ജീവിക്കാൻ നിവൃത്തിയില്ല. PRS പരിപാടിയിലൂടെയാണല്ലോ ഇപ്പോൾ പണമെടുക്കുന്നത്. ഭാര്യ രസിപ്പിച്ചിട്ട് അത് പറയാൻ പറ്റുക നമ്മൾ പറയാൻ മാറ്റാം. നമ്മൾ പറയാൻ പറ്റുക സമയത്ത് പൈസ കിട്ടാതെന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ അദ്ദേഹം വേദനയോടുകൂടി കുറിച്ചെഴുതി ഈ ലോകത്തിൽ ജീവിക്കുവാനും സാധിക്കുകയില്ല, ഞാൻ തോറ്റു, ഞാൻ നരകത്തിന് ദൈവത്തിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഈ രാജ്യത്തെ കർഷകരുടെയും പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും എല്ലാ സ്ഥിതിയും എന്താണ്? പണക്കാരൻ കൂടുതൽ പണക്കാരനായിരുന്നു, പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായിരുന്നു, പണവും അധികാരവുമെല്ലാം ചിലരിലേക്ക് മാത്രം മാറി നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതിന് മാറ്റം വേണം. മാറ്റമുണ്ടാകാതിരിക്കാൻ സാധ്യമല്ല. അതിന് വലിയൊരു മുന്നേറ്റം ആവശ്യമാണ്. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാന് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തില് മുത്തശ്ശിപ്പാടുകൾക്കൊന്നും സാധ്യമല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യങ്ങളിൽ കിടന്നു വീണ അരങ്ങേറ്റ നേതൃത്വം നൽകുന്ന ആ പാർട്ടിക്ക് മാത്രമേ ഇത്തരം മുന്നേറ്റത്തിന് കഴിയുകയുള്ളൂ എന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനാധിപത്യത്തെ പരസ്യമായി കശാപ്പിക്കുന്ന ആളുകളെ കണ്ടല്ലോ. ഇക്കഴിഞ്ഞ ജനുവരി 30 നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്മരണയായിരിച്ച ദിവസമായിരുന്നുവെന്ന്. അന്ന് ഈ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു രാജ്യം നമ്മൾ കണ്ടു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ്. ആ മേയർ തെരഞ്ഞെടുപ്പില് നമ്മുടെ സ്ഥാനാർത്ഥി 8 വോട്ടുകളിൽ ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ പ്രിസൈഡിംഗ് ഓഫീസർ 8 വോട്ട് അസാധുവാക്കി. വലിയ പ്രതിഷേധങ്ങൾ നടന്നു. ആരും അതിനെ പിന്തുണച്ചില്ല. നമ്മൾക്ക് ആ സഹായവുമായി എത്തിയില്ല. എന്നാൽ സുപ്രീം കോടതി ജഡ്ജി ദീപക് ചന്ദ്രനോട് അശുചിത്വമായ ആ പ്രശ്നത്തിൽ ഇടപെട്ട് വിധിയെഴുതി ആ 8 വോട്ടുകൾ സാധുവായി പ്രഖ്യാപിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. ചിലടത്തൊക്കെ കോടതി ഇടപെട്ട് നമുക്ക് അർഹമായ നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസുമാരിൽ പലരും അധികാരപരിധി 2-3 മാസങ്ങളിൽ BJP-യുടെ യോഗന്മാരെ രാജ്യസഭാമാരൊക്കെ പോയി പോകുന്ന പതിവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്തായാലും നമുക്ക് നീതി കിട്ടിയെന്ന് സുപ്രീം കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. നീതി കിട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാം. സ്നേഹമുള്ള ഞാൻ അഭ്യർത്ഥിക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാരെല്ലാം പ്രസംഗിക്കുവാറുണ്ട്. നമ്മൾ നടത്തിയ നവരാഷ്ട്രീയ സമാവേശ യാത്ര ജനങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടു എന്നുള്ളത് വലിയ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. കടന്നുപോയ വഴിയോരങ്ങളിൽ നമ്മളെ പരീക്ഷി കാണിച്ചും നമ്മളോട് സമ്മതിച്ചും അവർ നമ്മളോട് കാണിച്ച സ്നേഹത്തിനും സഹനത്തിനും എന്ന് പറയുന്നു. സ്നേഹത്തോടെ ഒരാഴ്ചക്കാലമായി നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കത്തിലാകുന്നു. നമ്മുടെ നിയോജകമണ്ഡലം യാഥാർത്ഥ്യമായി പരിശ്രമിച്ചു. അവരുടെ ഈ പരിശ്രമത്തിന്റെ എല്ലാം ഫലവുകൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ വളരെ വിജയമായി നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നില്ല.
ഈ നവരാത്രി സന്ദേശയാത്രയില് എല്ലാ ഭാവങ്ങളും നേരുന്ന നമ്മളെ ശ്രദ്ധിച്ച നമ്മളെ അഭിപ്രായപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് മികച്ച ഒരു ആശംസാ സന്ദേശം നൽകിയ അഡ്വക്കേറ്റ് ഉബൈദ് ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനത് വിട്ടുപോയതാണ്, സമയം ഒതുക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വേദിയിലേക്ക് വരണം. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അങ്ങോട്ടിരിക്കുക.